ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ വൈസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MHI 109 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പേപ്പറാണ് അല്ലെ. അപ്പം ആ പേപ്പറിന്റെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള നേഷൻ ആൻഡ് നാഷണാലിസത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നാഷണലിസവുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ്. നാഷണലിസവുമായി ബന്ധപ്പെട്ട തിയറീസിനെ നോൺ മോഡേണിസ്റ്റ് തിയറി, മോഡേണിസ്റ്റ് തിയറി എന്നിങ്ങനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം മോഡേണിസ്റ്റ് തിയറി എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. മോഡേണിസ്റ്റ് തിയറിയിൽ മോഡേണിസ്റ്റുകൾ പറയുന്നത് നാഷണലിസം എന്നുള്ളത് ഒരു മോഡേൺ ഫിനോമിനൻ ആണ്. 18-19 നൂറ്റാണ്ടുകളിലാണ് അത് എമേർജ് ചെയ്തിട്ടുള്ളത് എന്നതാണ് മോഡേണിസ്റ്റ് തിയറിയിൽ പറയുന്നത്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നാഷണലിസം ഒരു പ്യുവർലി മോഡേൺ ഫിനോമിനൻ ആണ് എന്ന തിയറിയെ എതിർത്തുകൊണ്ട് നോൺ മോഡേണിസ്റ്റുകൾ പറയുന്നത് നാഷണലിസത്തിന് ഒരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട്. അതൊരിക്കലും ഒരു മോഡേൺ ഇറയിൽ രൂപം കൊണ്ട ഒന്നല്ല, മറിച്ച് ഏൻഷ്യൻ സിവിലൈസേഷന്റെ സമയം തൊട്ട് തന്നെ ഈ ഒരു നാഷണലിസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നോൺ മോഡേണിസ്റ്റുകൾ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നാഷണലിസവുമായി ബന്ധപ്പെട്ട തിയറീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മോഡേണിസ്റ്റ് തിയറി എന്നും നോൺ മോഡേണിസ്റ്റ് തിയറി എന്നും. മോഡേണിസ്റ്റുകൾ പറയുന്നത് നാഷണലിസം ഒരു മോഡേൺ ഫിനോമിനൻ ആണ് എന്നുള്ളത്. എന്നാൽ നോൺ മോഡേണിസ്റ്റുകൾ അതിനെ എതിർത്തുകൊണ്ട് പറയുന്നു നാഷണലിസം ഈ ഒരു മോഡേൺ ഇറയിൽ രൂപം കൊണ്ട ഒന്നല്ല, മറിച്ച് അതിനൊരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോൺ മോഡേണിസ്റ്റ് തിയറിയുടെ അകത്ത് തന്നെ വീണ്ടും 3 ഡിവിഷൻസ് കാണാൻ പറ്റും. എവല്യൂഷനിസ്റ്റ്, നാച്ചുറലിസ്റ്റ്, പെരനിയലിസ്റ്റ് എന്നിങ്ങനെ. അപ്പം എവല്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം പറയുന്നത് ദേ സീ നാഷണലിസം ആസ് ഇവോൾവിംഗ് ഓവർ ടൈം. അതായത് നാഷണലിസം എന്നുള്ളത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തു വന്ന ഒന്നാണ് എന്നുള്ളതാണ് എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേരിയസ് ഹിസ്റ്റോറിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഈ ഒരു നാഷണലിസത്തിന്റെ എവല്യൂഷനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്. ദെൻ മറ്റൊരു കാറ്റഗറിയാണ് നാച്ചുറലിസ്റ്റ് എന്നുള്ളത്. അപ്പം നാച്ചുറലിസ്റ്റുകളിലേക്ക് വരുമ്പോൾ അവര് പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഇസ് എ നോർമൽ നാച്ചുറൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ ഒരു നാച്ചുറൽ ആസ്പെക്ട് ആണ്. അതായത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു ഇൻഹറന്റ് ഹ്യൂമൻ ഫീലിംഗ് ആണ് എന്നുള്ളതാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. സോ ഇവര് നാഷണലിസത്തിനെ ഒരു പെർമനന്റ് ആസ്പെക്ട് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നാഷണലിസത്തിന്റെ ആ ഒരു എമർജൻസുമായി ബന്ധപ്പെട്ട് യാതൊരു എക്സ്പ്ലനേഷന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ അവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. എന്തിന്റെ? നാഷണലിസത്തിന്റെ എമർജൻസുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് നാഷണലിസത്തിന്റെ ആബ്സെൻസിനെയാണ് അവിടെ എക്സ്പ്ലനേഷൻ ആവശ്യം എന്നുള്ളതാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. ദെൻ മറ്റൊരു കാറ്റഗറിയാണ് പെരനിയലിസ്റ്റ് എന്നുള്ളത്. അപ്പം പെരനിയലിസ്റ്റ് പറയുന്നത് ദേ ബിലീവ് നാഷണലിസം ഹാസ് എക്സിസ്റ്റഡ് ത്രൂ ഔട്ട് ഹിസ്റ്ററി ഇൻ വേരിയസ് ഫോംസ്. നാഷണലിസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉടനീളം നിലനിൽക്കുന്ന ഒന്നാണ്. അത് വേരിയസ് ഫോംസിൽ ചരിത്രത്തിൽ ഉടനീളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പെരനിയലിസ്റ്റുകൾ പറയുന്നത്. അപ്പം പെരനിയലിസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന ആരാന്ന് എല്ലാവർക്കും അറിയാം. ഹീസ് ദ ഫൗണ്ടർ ഓഫ് പാകിസ്ഥാൻ അല്ലെ. സോ ഇദ്ദേഹം മുഹമ്മദ് അലി ജിന്ന പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ളത് മധ്യകാലം തൊട്ട് തന്നെ നിലനിന്നിരുന്നു എന്നാണ് മുഹമ്മദ് അലി ജിന്ന പറയുന്നത്. സോ ഈ ഒരു പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രം സമീപകാലത്തുണ്ടായ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എമേർജ് ചെയ്തു വന്ന ഒന്നല്ല, മറിച്ച് അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു നേഷൻ ആണ് എന്നാണ് മുഹമ്മദ് അലി ജിന്ന പറയുന്നത്. and ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മുസ്ലിം രാഷ്ട്രം എമേർജ് ചെയ്തിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ചാല് ആദ്യത്തെ ആ മുസ്ലിം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ആ നിമിഷം തൊട്ടാണ് ഒരു മുസ്ലിം രാഷ്ട്രം എമേർജ് ചെയ്തത് എന്നാണ് മുഹമ്മദ് അലി ജിന്ന പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ വിളിക്കുന്നത് ഇൻവെന്റഡ് ട്രഡീഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് നോൺ മോഡേണിസ്റ്റ് തിയറിയുടെ അകത്ത് തന്നെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, 3 കാറ്റഗറീസ് വരുന്നുണ്ട്. അതാണ് എവല്യൂഷനിസ്റ്റ്, നാച്ചുറലിസ്റ്റ് ആൻഡ് പെരനിയലിസ്റ്റ് എന്നുള്ളത്. അപ്പം പെരനിയലിസ്റ്റിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പം മുഹമ്മദ് അലി ജിന്നയുടെ അദ്ദേഹത്തിന്റെ ഈ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ളത് എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ്.
പാകിസ്ഥാൻ എന്നുള്ളത് ഒരു നിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒന്നല്ല, മറിച്ച് അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ളതാണ് മുഹമ്മദ് അലി ജിന്ന വാദിക്കുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പെർസ്പെക്റ്റീവിനെയാണ് നമുക്ക് ഇൻവെന്റഡ് ട്രഡീഷൻ എന്നതുകൊണ്ട് വിളിക്കാൻ പറ്റുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിനെ റെഫർ ചെയ്യുന്നതാണ് ഇൻവെന്റഡ് ട്രഡീഷൻ എന്നുള്ളത്. ഇനി ഇൻവെന്റഡ് ട്രഡീഷൻ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എറിക് ഹോബ്സ്ബൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ്. അതായത് ഇവിടെ മുഹമ്മദ് അലി ജിന്നയുടെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് എയിം ഗോൾ എന്ന് പറയുന്നത് നേഷൻ ഫോർമേഷൻ ആണ് അല്ലെ. സോ ആ ഒരു നേഷൻ ഫോർമേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ഹിസ്റ്ററിയെയും ട്രഡീഷനെയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസിനെയാണ് നമുക്ക് ഇൻവെന്റഡ് ട്രഡീഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോ ഇൻവെന്റഡ് ട്രഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ആ ഒരു ഗോളിനെ, നേഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്, അതായത് നാഷണൽ പ്രോജക്ട്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററിയെയും ട്രഡീഷനെയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുകയും പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്ന അതിനെയാണ് നമുക്ക് ഈ ഒരു ഇൻവെന്റഡ് ട്രഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുഹമ്മദ് അലി ജിന്നയെ തന്നെ നോക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു മുസ്ലിം രാഷ്ട്രത്തിനെ, അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം രാഷ്ട്രം എന്ന കോൺസെപ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററിയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യയിൽ വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നില്ല അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്, എപ്പോഴും ഒരു സംഘർഷമായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം ഹിസ്റ്ററിയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? സോ ഹിസ്റ്ററിയെ മാനിപ്പുലേറ്റ് ചെയ്യുക അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് മോഡേണിസ്റ്റ് തിയറീസിലേക്ക് വരുമ്പോൾ, മോഡേണിസ്റ്റ് തിയറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മോഡേണിസ്റ്റുകൾ പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഫിനോമിനൻ ആണ് എന്നുള്ളതാണ്. മോഡേണിസ്റ്റ് തിയറിയിൽ ആദ്യത്തെ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് 1961 എലി ഖെദൂരി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ്. സോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകത്തിന്റെ ഫസ്റ്റ് അദ്ദേഹം നൽകിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് തന്നെ നാഷണലിസം is a doctrine invented in Europe at the beginning of the 19th century. അവിടെ അദ്ദേഹം നാഷണലിസത്തിനെ കുറിച്ച് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എമേർജ് ചെയ്തിട്ടുള്ള, യൂറോപ്പിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഡോക്ട്രൈൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു നാഷണലിസത്തിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ ഒരു തിയറി എന്ന് പറയുന്നത് അതൊരു നോൺ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ ആയിരുന്നു. നാഷണലിസത്തിന്റെ ഒരു നോൺ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എലി ഖെദൂരിയുടെ ഈ ഒരു തിയറിയെ പറയുന്നത്. എന്നാൽ നാഷണലിസത്തിന് ഒരു സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുള്ള സ്കോളറാണ് ഏർണസ്റ്റ് ഗെൽനർ എന്നുള്ളത്. അപ്പം ഏർണസ്റ്റ് ഗെൽനറിന്റെ ആ ഒരു തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. Gellner saw the emergence of nationalism as the integral part of the transformation of the world from agrarian to industrial. അതായത് നമ്മളുടെ ലോകത്തെ തന്നെ ഒരു അഗ്രാരിയൻ സൊസൈറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇന്റഗ്രൽ പാർട്ട് ആയിട്ടാണ് അദ്ദേഹം നാഷണലിസത്തിന്റെ എമർജൻസിനെ കാണുന്നത്. അപ്പം നാഷണലിസം എന്ന് പറയുന്ന അതാണ് ഈ ഒരു അഗ്രാരിയൻ സൊസൈറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന രീതിയിലാണ് ഏർണസ്റ്റ് ഗെൽനർ നാഷണലിസത്തിനെ പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് ഈ ഒരു തിയറി നമുക്ക് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് തിയറി ആണെന്നും പറയാൻ പറ്റും. ഇദ്ദേഹത്തിന് ഈ ഒരു തിയറി സ്ട്രക്ചറൽ ആണെന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെയോ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒന്നല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ന്യൂ എക്കണോമിക് ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സസിന്റെ ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ്. ഈ എക്കണോമിക് ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ, അതിന്റെ ഒക്കെ ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ് നാഷണലിസം എമേർജ് ചെയ്തു വന്നിട്ടുള്ളത് എന്നതാണ് ഏർണസ്റ്റ് ഗെൽനർ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഡെവലപ്മെന്റോട് കൂടിയിട്ട് അത് പലതരത്തിലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസിലേക്കും നയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ ഹൈറാർക്കിയിലൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. പല രീതിയിൽ അവരുടെ ഓക്യുപ്പേഷനിലായാലും ലൈഫ് സ്റ്റൈലിലായാലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ടായിരുന്നു. Then his theory is materialist in the sense that it looks not as ideas and doctrines as a basic motor in the emergence of nationalism. അപ്പം ഇദ്ദേഹത്തിന്റെ തിയറി മെറ്റീരിയലിസ്റ്റ് ആണെന്ന് പറയാൻ കാരണം
ഇദ്ദേഹം പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഐഡിയാസിന്റെയും ഡോക്ട്രിന്റെയും ഭാഗമായിട്ട് ഉയർന്നു വന്നതല്ല, മറിച്ച് എന്താണ്, പുതിയ എക്കണോമിക് ആൻഡ് പ്രൊഡക്റ്റീവ് ഫോഴ്സസ് അതാണ് ഈ ഒരു നാഷണലിസത്തിനെ ഷേപ്പ് ചെയ്തത് എന്നാണ് ഏണസ്റ്റ് ഗൾനർ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഏണസ്റ്റ് ഗൾനറുടെ നാഷണലിസവുമായി ബന്ധപ്പെട്ട തിയറി നമുക്ക് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് മെറ്റീരിയലിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. Ernest Gellner's theory of nationalism emphasizes the role of industrialization and economic transformation in shaping national movement. അപ്പം ഈ ഒരു നാഷണൽ മൂവ്മെന്റിനെ തന്നെ ഷേപ്പ് ചെയ്യുന്നതിലുള്ള ഇൻഡസ്ട്രിയലൈസേഷന്റെയും എക്കണോമിക് ട്രാൻസ്ഫോർമേഷന്റെയും ആ ഒരു പങ്കാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ ഊന്നൽ നൽകുന്നത് എന്നുള്ളത്. ദെൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ ഒരു ബിഗിനിങ്ങിലും 18th സെഞ്ചുറിയുടെ ഒരു അവസാനവുമായിട്ട് ഒരു ടൈപ്പ് ഓഫ് എക്കോണമി രൂപം കൊള്ളുന്നുണ്ട്. അവർ ഈ ഒരു പുതിയ എക്കോണമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ എക്കോണമി എന്നുള്ളതാണ്. അപ്പം 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുമായിട്ട് ഒരു എക്കോണമി രൂപം കൊള്ളുന്നു. ഈ ന്യൂ എക്കോണമിയെ അവർ വിളിക്കുന്നത് ഇൻഡസ്ട്രിയൽ എക്കോണമി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഈ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്കോണമി, it was based on perpetual growth. The industrial economy requires continuous growth to survive. അപ്പം ആദ്യ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്കോണമി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആവശ്യമാണ്. ആ കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയൽ എക്കോണമി നിലനിൽക്കൂ എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ഫീച്ചർ. ദെൻ ഇറ്റ് റിക്വയർഡ് full or substantial literacy for its functioning. Economy demands homogeneous literacy for communication among anonymous individuals. Then മറ്റൊരു ഫീച്ചർ പറയുന്നത് ഈ ഒരു എക്കോണമിയുടെ എഫിഷ്യന്റ് വർക്കിങ്ങിന്, എഫിഷ്യന്റ് ഫങ്ഷനിങ്ങിന് അവിടുത്തെ വർക്കേഴ്സിന് ഫുൾ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ലിറ്ററസി ആവശ്യമാണ്. അതായത് വർക്കേഴ്സിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. ദെൻ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമുക്കറിയാം വർക്കേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, ഡിഫറെന്റ് റീജിയനിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. സോ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അവരുടെ ആ ഒരു റീജിയനുമായി ബന്ധപ്പെട്ട പല വേരിയേഷൻസും ഉണ്ടാവാം. അവർ പല യൂസ് ചെയ്യുന്ന വേർഡ്സും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കാം. സോ അത് അടുത്തൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു എക്കോണമിക് അകത്ത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ലിറ്ററസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. സോ അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള ലിറ്ററസി ആവുമ്പോൾ എല്ലാവർക്കും എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിമാർക്കബിൾ മൊബിലിറ്റി. The industrial economy leads to occupational and spatial mobility, uprooting people from traditional settings. ദെൻ ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ വരവോട് കൂടിയിട്ട് അത് പീപ്പിൾസിന്റെ ലൈഫ്സിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇൻഡസ്ട്രിയലൈസേഷന്റെയും അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസിന്റെയും ഒക്കെ ആവിർഭാവത്തോട് കൂടിയിട്ട് അവ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. സോ ഈ ഒരു പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചതോട് കൂടിയിട്ട് ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവരുടെ ഒരു ഒക്യുപ്പേഷനിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അവർ പുതിയ ജോലികൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പുതിയ ജോലികൾ അന്വേഷിച്ചു വരുന്നതിന് അവിടെ നമുക്കൊരു മാസ് മൈഗ്രേഷൻ കാണാൻ പറ്റും. അതായത് ഒരു റൂറൽ ഏരിയാസിൽ നിന്നും സിറ്റീസിലേക്കുള്ള മാസ് മൈഗ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ അവരുടെ ഒരു സ്പേസിലുള്ള ഒരു ചേഞ്ചും ഉണ്ടായി. ഇങ്ങനെ ഇവര് സിറ്റികളിലേക്ക് വരുമ്പോൾ അവരുടെ നാടുകളിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ കൾച്ചർ, ഹിസ്റ്ററി, അവരുടെ ട്രഡീഷൻസ് അതൊക്കെ അവിടെ ഉപേക്ഷിച്ച് പുതിയ സിറ്റിയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ എൻവയോൺമെന്റിനെയും സിറ്റുവേഷൻസിനെയും ഒക്കെ അനുസരിച്ച് അവര് അഡോപ്റ്റ് ആവാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു എക്കോണമിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് പീപ്പിൾസിന്റെ ലൈഫിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി. എന്തൊക്കെ ചേഞ്ചാണ് ഉണ്ടാക്കിയത്? അത് ഒക്യുപ്പേഷണൽ ചേഞ്ച് ഉണ്ടാക്കി, അവരുടെ സ്പേഷ്യൽ ചേഞ്ച് ഉണ്ടാക്കി, ആൻഡ് അപ്രൂട്ടിങ് പീപ്പിൾ ഫ്രം ട്രഡീഷണൽ സെറ്റിംഗ്. അവരുടെ ഒരു ട്രഡീഷണൽ സെറ്റിംഗ്സിൽ നിന്നും പീപ്പിൾസിന് ഒരു ചേഞ്ച് ഉണ്ടാക്കി അവർ പുതിയ പല സിറ്റുവേഷനും എൻവയോൺമെന്റുമായിട്ട് അഡോപ്റ്റ് ആയി എന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഫീച്ചർ, ന്യൂ എക്കോണമി വാസ് ഓൾസോ ബേസ്ഡ് ഓൺ എഗാലിറ്റേറിയനിസം. അപ്പം മുമ്പത്തെ എക്കോണമി എന്ന് പറയുന്നത് പല ഓൾഡ് ഹൈറാർക്കീസ്, അവിടെ ഉണ്ടായിരുന്ന പല ഓൾഡ് ഹൈറാർക്കീസിനെയും ഡിസ്ട്രോയ് ചെയ്തിട്ട് ന്യൂ ഇൻഡസ്ട്രിയൽ എക്കോണമി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എഗാലിറ്റേറിയനിസത്തെ ആയിരുന്നു.
ദെൻ മറ്റൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത് ഷെയർഡ് ഹൈ വാല്യൂ. ദ ഇൻഡസ്ട്രിയൽ എക്കോണമി റിക്വയർസ് എ ഷെയർഡ് പെർവാസീവ് ഹൈ കൾച്ചർ റീപ്ലേസിംഗ് ലോക്കൽ ഫോക്ക് കൾച്ചേഴ്സ് ആൻഡ് എക്സ്ക്ലൂസീവ് എലൈറ്റ് കൾച്ചർ. ഇപ്പം അവിടെ മുമ്പുണ്ടായിരുന്ന പല ഫോക്ക് കൾച്ചേഴ്സും എക്സ്ക്ലൂസീവ് എലൈറ്റ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ എക്കോണമിക്ക് ഇൻകോമ്പാറ്റബിൾ ആയിരുന്നു. അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ഷെയർഡ് ഹൈ വാല്യൂ ആയിരുന്നു. സോ അതിലേക്കുള്ള ഒരു മാറ്റവും ഇവിടെ ഉണ്ടായി. അപ്പം ഇവർക്ക് ഈ ഒരു ഷെയർഡ് ഹൈ വാല്യൂ ആണ് വേണ്ടത്. ഇതാണ് ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയുന്നത് പെർപിച്വൽ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ദെൻ അവിടെ റിക്വയർഡ് ആയിട്ടുള്ളത് ഫുൾ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ലിറ്ററസി ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ ഭാഗമായിട്ട് പീപ്പിൾസിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അവരുടെ ഒക്യുപ്പേഷനിൽ മാറ്റങ്ങൾ ഉണ്ടായി, അവർ ജോലി ചെയ്യുന്ന സ്പേസിന് മാറ്റങ്ങൾ ഉണ്ടായി, അവരുടെ പല ട്രഡീഷണൽ സെറ്റിംഗ്സും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ. ദെൻ ന്യൂ എക്കോണമി എന്ന് പറയുന്നത് എഗാലിറ്റേറിയനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. ദെൻ അതിന് റിക്വയർഡ് ആയിട്ടുള്ളത് ഷെയർഡ് ഹൈ വാല്യൂസ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ന്യൂ എക്കോണമി യൂറോപ്യൻ സൊസൈറ്റിന്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ഓൾഡ് ഓർഡർ ബേസ്ഡ് ഓൺ റാങ്ക് ആൻഡ് സ്റ്റാറ്റസ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് എ ന്യൂ സോഷ്യൽ ഓർഡർ. അപ്പം അവിടെ നിലവിലുണ്ടായിരുന്ന റാങ്കിന്റെയും സ്റ്റാറ്റസിന്റെയും ബേസിലുള്ള ഒരു ഓൾഡ് ഓർഡറിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് പുതിയൊരു സോഷ്യൽ ഓർഡർ പുതിയൊരു സോഷ്യൽ ഓർഡർ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചേഞ്ച്. ദെൻ ന്യൂ കൾച്ചേഴ്സ് ഡെവലപ്ഡ് റീപ്ലേസിംഗ് ഏർലിയർ എക്സ്ക്ലൂസീവ് ഹൈ കൾച്ചേഴ്സ് ആൻഡ് ലോക്കൽ ഫോക്കൽ കൾച്ചേഴ്സ്. മുമ്പുണ്ടായിരുന്ന എക്സ്ക്ലൂസീവ് ഹൈ കൾച്ചേഴ്സിനെയും ലോക്കൽ കൾച്ചേഴ്സിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു കൾച്ചേഴ്സ് രൂപം കൊണ്ടു. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റിന്റെ ആ ഒരു റോള് വളരെ പ്രധാനപ്പെട്ട ഒന്നായി വന്നു എന്നുള്ളതാണ്. സോ ദ ന്യൂ എക്കണോമിക് ആപ്പാരറ്റസ് ബിക്കം സോ ലാർജ് ദാറ്റ് ഇറ്റ് കുഡ് ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ഓൺലി ബി ദ സ്റ്റേറ്റ്. അപ്പം ഈ ഒരു ന്യൂ എക്കോണമി എന്ന് പറയുന്നത് വളരെ ലാർജ് ആയതുകൊണ്ട് തന്നെ അതിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ ഈ ഒരു സ്റ്റേറ്റിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു എക്കോണമിക്ക് അകത്ത് നിരവധി വർക്കേഴ്സ് ഉണ്ടാവില്ലേ. അപ്പം ഈ വർക്കേഴ്സിനെ അവരുടെ ജോബും റോളും ഒക്കെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷനും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരാണ്. എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് വരാണ്. എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസിലുള്ള ആളുകൾക്കിടയിൽ ഒരു യൂണിഫോം എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റിനെ കൊണ്ട് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ന്യൂ എക്കോണമിയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റിന്റെ റോള് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റേറ്റ് കുഡ് മെയിൻറ്റെയിൻ ഇറ്റ് ഓൺലി ഇഫ് ഇറ്റ് എൻജോയ് ദ സപ്പോർട്ട് ആൻഡ് അലീഗിയൻസ് ഓഫ് ദ പീപ്പിൾ. എന്നാൽ സ്റ്റേറ്റിന് ഈ ഒരു ന്യൂ എക്കോണമിയിൽ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സൊസൈറ്റിയുടെ പീപ്പിൾസിന്റെ ഒരു സപ്പോർട്ട് കൂടി ആവശ്യമാണ്. അതായത് സ്റ്റേറ്റ് സൊസൈറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എക്കോണമിക്കകത്ത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നത്. Then this effective state-society partnership could be built only if all were members of the same culture. എന്നാൽ ഈ ഒരു സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സെയിം കൾച്ചറിൽ ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ഇറ്റ് വാസ് therefore necessary that the state should be representative of the state. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റിന്റെ ജോലി എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ആളുകളെ സെർവ് ചെയ്യുക, ഇതായിരിക്കണം എന്നുള്ളതാണ്. This partnership enabled the state to effectively manage the new economy, promote a shared culture, and provide education, ultimately creating a sense of national identity and unity. അപ്പം സ്റ്റേറ്റിന്റെയും സൊസൈറ്റിയുടെയും ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂ എക്കോണമിയെ എഫക്റ്റീവായി മാനേജ് ചെയ്യാനും ഷെയർഡ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും ആൻഡ് അൾട്ടിമേറ്റ്ലി അവിടെ നാഷണൽ ഐഡന്റിറ്റി ആൻഡ് യൂണിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് ന്യൂ എക്കോണമിയുടെ ഭാഗമായിട്ട് യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു സ്റ്റേറ്റിന്റെ റോള് ഇമ്പോർട്ടന്റ് ആയി വന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു എക്കോണമിയുടെ അകത്ത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് ആരുടെ ഒരു പാർട്ട്ണർഷിപ്പ് വേണം? സൊസൈറ്റിയുടെ പാർട്ട്ണർഷിപ്പ് വേണം. എങ്കിൽ സൊസൈറ്റിയും സ്റ്റേറ്റും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. അവിടെ ഒരു ഷെയർഡ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും എക്കോണമി എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ഏണസ്റ്റ് ഗൾനറുടെ തിയറിയിൽ പറയുന്നത്.
ഇനി നമുക്ക് ഏണസ്റ്റ് ഗൾനറുടെ ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം പ്രധാനമായിട്ടും രണ്ട് ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഏണസ്റ്റ് ഗൾനർസ് തിയറി ലാർജ്ലി ബേസ്ഡ് ഓൺ വെസ്റ്റേൺ യൂറോപ്യൻ എക്സ്പീരിയൻസ്. അപ്പം ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് വെസ്റ്റേൺ യൂറോപ്യൻ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അവിടെ ഒരിക്കലും അദ്ദേഹം ഈ ഒരു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കൊളോണിയൽ സൊസൈറ്റീസിന്റെ അവരുടെ ഒരു നാഷണലിസ്റ്റ് എക്സ്പീരിയൻസിനെ അദ്ദേഹം യൂസ് ചെയ്തിട്ടില്ല, അതിനെ അദ്ദേഹം നെഗ്ലിക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഗൾനറുടെ തിയറിയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഗൾനറുടെ തിയറിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു സ്കോളറെ നോക്കാം. ടോം നയേൺ എന്നുള്ളതാണ് മറ്റൊരു സ്കോളർ. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ബ്രേക്കപ്പ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളത്. സോ ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാഷണലിസം ആസ് ഹാവിംഗ് എമനേറ്റഡ് നോട്ട് ഫ്രം ഇൻഡസ്ട്രിയലൈസ്ഡ് യൂറോപ്യൻ സൊസൈറ്റീസ് ബട്ട് ഫ്രം ദ കൊളോണിയൽ സൊസൈറ്റീസ്. നാഷണലിസം എന്നുള്ളത് ഇൻഡസ്ട്രിയലൈസ്ഡ് യൂറോപ്യൻ സൊസൈറ്റിയിൽ നിന്നും മാത്രമല്ല ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നത്, മറിച്ച് അത് കൊളോണിയൽ സൊസൈറ്റീസിന്റെ അകത്തു നിന്നും അത് എമനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ടോം നയേൺ പറയുന്നത്. സോ ടോം നയേണിനെ നമുക്ക് ഒരു മോഡേണിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സലിസ്റ്റ് ആണെന്നും പറയാൻ പറ്റും. അപ്പം ഇദ്ദേഹത്തെ ഒരു മോഡേണിസ്റ്റ് എന്ന് പറയാൻ കാരണം ഇദ്ദേഹം നാഷണലിസത്തെ ഒരു മോഡേൺ ഫിനോമിനൻ ആയിട്ടാണ് കാണുന്നത്. അതായത് 18-19 സെഞ്ചുറിയിലാണ് ഈ ഒരു നാഷണലിസം എമേർജ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത്. ദെൻ ഇദ്ദേഹത്തെ നമുക്ക് യൂണിവേഴ്സലിസ്റ്റ് ആണെന്ന് പറയാൻ കാരണം ബിക്കോസ് അദ്ദേഹം ഈ ഒരു നാഷണലിസത്തിനെ മോഡേൺ വേൾഡിലെ ജനറൽ ഹിസ്റ്റോറിക് ഡെവലപ്മെന്റിന്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ ആയിട്ടാണ് ഇദ്ദേഹം നാഷണലിസത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടോം നയേണിനെ നമ്മൾ യൂണിവേഴ്സലിസ്റ്റ് ആണ് എന്ന് കൂടി പറയുന്നത്. For him, nationalism is an inevitable and integral consequence of a particular stage of human development. അപ്പം നാഷണലിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ തന്നെ ഒരു കോൺസിക്വൻസ് ആണ്, ഒരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. നയേൺ സീസ് നാഷണലിസം ആസ് എ കോൺസിക്വൻസ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ വേൾഡ്. നാഷണലിസം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷന് ആ ഒരു ക്യാപിറ്റലിസത്തിന്റെ എമർജൻസോട് കൂടിയിട്ടാണ് നാഷണലിസം എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഹി ഫോക്കസസ് ഓൺ ആന്റി നാഷണലിസംസ്. ആന്റി നാഷണലിസത്തിന് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Nayon's theory emphasizes the experience of colonial societies, particularly Asia and Africa. ഏഷ്യയിലെയും ആഫ്രിക്കയും പോലെയുള്ള കൊളോണിയൽ സൊസൈറ്റീസിന്റെ എക്സ്പീരിയൻസിന് അദ്ദേഹം എംഫസൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. His theory is very close to the Indian experience of nationalism. അപ്പം ഇന്ത്യൻ നാഷണലിസത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെയും അദ്ദേഹം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ടോം നയേണിലെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മൾ ഇത്രയും നേരം നാഷണലിസവുമായി ബന്ധപ്പെട്ട തിയറികളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണലിസത്തിലേക്ക് വരാം. ഇന്ത്യൻ നാഷണലിസം ഒരു മോഡേൺ ഫിനോമിനൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യൻ നാഷണലിസം ഹാസ് ടു പാർട്സ്, ജനറിക് പാർട്ട് ആൻഡ് സ്പെസിഫിക് പാർട്ട്. അപ്പം ജനറിക് പാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ നാഷണൽ മൂവ്മെന്റുകളിലുമുള്ള എല്ലാ നേഷൻസിലും കാണുന്ന കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് ആ ഒരു ഫോറിൻ റൂളിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ജനറിക് പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പെസിഫിക് പാർട്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് യുണീക്ക് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് പാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ ജനറിക് കോമ്പണന്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഹൈലൈറ്റ് ഇറ്റ്സ് മോഡേണിറ്റി. അപ്പം ജനറിക് പാർട്ടില് ഇവിടെ നാഷണലിസത്തിനെ, ഇന്ത്യൻ നാഷണലിസത്തിനെ ഒരു മോഡേൺ ഫിനോമിനൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഓൾഡ് സിവിലൈസേഷൻ മോഡേൺ നേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇന്ത്യ ഹാസ് എ ലോങ് ഹിസ്റ്ററി ബട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എൻ ഇന്ത്യൻ നേഷൻ ഈസ് എ മോഡേൺ ഫിനോമിന. ഇന്ത്യ എന്ന് പറയുന്നത് ഓൾഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ തന്നെയാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു നേഷൻ, ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ ആയിട്ടുള്ള ഫിനോമിനൻ ആണ്. അത് ആ ഒരു ഏൻഷ്യൻ സിവിലൈസേഷന്റെ സമയം തൊട്ട് തന്നെ ഇന്ത്യയിൽ ഈ ഒരു നേഷൻ എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല, മറിച്ച് മോഡേൺ ടൈംസിലാണ് ഇന്ത്യയിൽ നേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്, ജനറിക് പാർട്ടിൽ പറയുന്നത്. നോ ഇന്ത്യൻ നേഷൻ ബിഫോർ 19th century
Despite dynastic continuity, an Indian national community did not exist before the 19th century. നമുക്കറിയാം ഇന്ത്യയിൽ നിരവധി ഡൈനാസ്റ്റീസ് ഭരണം നടത്തിയിട്ടുണ്ട് അല്ലെ. അപ്പം മൗര്യൻ, ഗുപ്ത എന്ന് പറഞ്ഞ നിരവധി വലിയ വലിയ ഡൈനാസ്റ്റികൾ ഇന്ത്യയിൽ കുറെ കാലങ്ങളായിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടം വരെ 19ാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ നേഷൻ ഫോമഡ് അണ്ടർ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. അപ്പം ഇന്ത്യയിൽ ഈ ഒരു നേഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ്. ഈ ഒരു ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ കീഴിലായിട്ടാണ് ഇന്ത്യൻ നേഷൻ ഫോം ചെയ്യുന്നത്. The ideology of Indian nationalism emerged in the 19th and 20th century shaped by British imperialism. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതാണ് അവരുടെ ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ ആ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി ഒക്കെ വരുന്നത്. സോ ഇന്ത്യയിൽ ഈ ഒരു ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്, എമർജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Relevant to general explanation of nationalism, Indian nationalism fits into broader theories of nationalism as a stage of history. Then in short, India's civilization is old, but the concept of an Indian nation is a modern development. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ആണ്, പക്ഷെ ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ കീഴിലാണ് ഇന്ത്യൻ നാഷണലിസം എമർജ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. Indian nationalism was territorial rather than ethnic or religious. This meant that the claim to Indianness was put forward on the basis of territory and not religion. അപ്പം ഇന്ത്യക്കാർക്കിടയിൽ ഒരു നാഷൻ, അവരുടെ ഒരു നാഷണലിസം എന്നൊരു ഇത് ഉണ്ടാവുന്നത് എന്തിന്റെ ബേസിലാണ്? ടെറിട്ടറിയുടെ ബേസിലാണ് അല്ലെ. ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെറിട്ടറിക്ക് അകത്ത് നിൽക്കുന്ന ആളുകൾ, അവരെയാണ് ഒരു നാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരു റിലീജിയന്റെ ബേസിലായിരുന്നില്ല അവിടെ ഒരു ഇന്ത്യൻ നാഷണലിസം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മളുടെ ഇന്ത്യക്കകത്ത് ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹിന്ദു നാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം നാഷണൽ കമ്മ്യൂണിറ്റി ആ രീതിയിലല്ല അല്ലെ. ഇന്ത്യക്കകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെറിട്ടറിക്കകത്ത് ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരാണ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇന്ത്യൻ നാഷണലിസം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. Anyone who lived on the Indian soil was considered a member of national community. It was not so much the common culture or a common language that went into the making the national community, but rather the common economic exploitation under British imperialism. അപ്പം ഈ ഒരു കോമൺ കൾച്ചറിലുള്ള ആളുകൾ ഒരു കൂട്ടം അവരുടെ ഒരു നാഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുടെ ഒരു നേഷൻ ഫോം ചെയ്യുക, അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അവരെല്ലാവരും ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ ടെറിട്ടറി, ആ ഒരു ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്തുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും ഒരേ പ്രോബ്ലം ആണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് ഇന്ത്യയിൽ ഈ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബേസിലാണ് അവരുടെ ഒരു നാഷണലിസം എമർജ് ചെയ്യുന്നത്. Apart from some general features, Indian nationalism also had some distinctive features of its own. അപ്പൊ നമ്മൾ ഈ ഒരു ജനറൽ ഫീച്ചേഴ്സിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള പല യുണീക്ക് ആയിട്ടുള്ള പല സ്പെസിഫിക് ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഇൻ ദി 19th century, some British scholars and officials believe that. എന്നാൽ 19ാം നൂറ്റാണ്ടില് ഈ ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരിക്കലും ഒരു നേഷൻ ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പറയുന്നത് ഇന്ത്യ വാസ് നോട്ട് എ സിംഗിൾ നേഷൻ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ നേഷൻ അല്ല. India was just a geographical area with many different cultures, languages and religions. ഇന്ത്യ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ മാത്രമാണ്. അതിൻ്റെ അകത്ത് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണുള്ളത്, ഡിഫറെന്റ് ലാംഗ്വേജസ് ആണുള്ളത്, ഡിഫറെന്റ് റിലീജിയൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവര് ഇന്ത്യയെ ഒരു ഒറ്റൊരു സിംഗിൾ നേഷൻ ആയിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. There was no unified Indian identity. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. They thought India was too diverse to be considered one nation. This idea was expressed by British scholars like John Strachey and John Seeley. ജോൺ സ്റ്റാച്ചി, ജോൺ സീലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സ്കോളേഴ്സ് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് പല വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യ ഒറ്റ നേഷൻ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. However, this view is motivated Indian nationalists to prove them wrong and fight for India's independence and national identity. So ഇവരുടെ ഈ ഒരു അഭിപ്രായങ്ങൾ, ഇവരുടെ ഈ ഓരോ
റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ഇന്ത്യൻ നാഷണലിസ്റ്റുകളുടെ ഉള്ളിൽ അവരുടെ നമ്മളുടെ ഈ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഇന്റലക്ച്വൽ റെസ്പോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലെയിമിംഗ് ഇന്ത്യ വാസ് ഓൾവേസ് എ നേഷൻ, Indian intellectuals accepted that India was not yet a formed nation. Nation and nationalism did not exist in India's past. India had multiple identities. എന്നാൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ അവരുടെ ഈ ഒരു വാദങ്ങൾക്ക് റെസ്പോണ്ട് ആയിട്ട് ഇന്ത്യക്കാർ ഒരിക്കലും ഇന്ത്യ ഒറ്റ നേഷൻ ആണ് എന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഇന്ത്യയിലെ ഇന്റലക്ച്വൽസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒരു നേഷനായിട്ട് ഫോം ചെയ്തിട്ടില്ല എന്നുള്ളത്. They argued that historical forces were bringing Indians together. India was in the process of becoming a nation. India was a nation in the making. അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഫുള്ളി ഒരു നേഷനായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഇന്റലക്ച്വൽസ് പറയുന്നത് നേഷൻ ഇൻ ദ മേക്കിംഗ് എന്നാണ് അവര് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 19th century Indian thinkers believed India is an old civilization with a rich history and culture. അപ്പം 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ തിങ്കേഴ്സ് വിചാരിച്ചിട്ടുള്ള അവര് വിശ്വസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൾഡ് സിവിലൈസേഷൻ ആണ്. ഇന്ത്യക്ക് ഇന്ത്യൻ്റെതായിട്ടുള്ള ഒരു റിച്ച് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഉണ്ട്. ദെൻ ഇന്ത്യ ഈസ് എ ന്യൂ നേഷൻ ബീങ് ഫോംഡ് ഫ്രം ഡിവേഴ്സ് ഗ്രൂപ്പ്സ് ആൻഡ് റീജിയൻസ്. അപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പല വൈവിധ്യങ്ങളുള്ള പല ഭാഷകൾ, പല ഗ്രൂപ്പുകൾ, പല കൾച്ചറുകൾ ഒക്കെ ഉള്ള ഒന്നാണ്. ഒരു പുതിയ നേഷൻ തന്നെയാണ്. They focused on the novelty of Indian nation rather than its roots. 20th century Indian leaders took a different review, arguing that Indian nation has always existed throughout history. Indian nationalism was unique because of many characteristics. ഇനി നമുക്ക് ഇന്ത്യൻ നാഷന്റെ ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഒരു യൂണീക് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. പ്ലൂരാലിറ്റി, വാല്യൂയിങ് diversity in culture, languages and religion. ഇന്ത്യയിലെ പലതരത്തിലുള്ള കൾച്ചറുകളാണുള്ളത്, ലാംഗ്വേജുകളാണുള്ളത്, പല റിലീജിയൻസ് ഒക്കെ വൈവിധ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Then inclusivity, bringing diverse groups together. Then non-coercive, not imposing a single culture or identity. Civil, focusing on peaceful and democratic means. So ഇതൊക്കെയാണ് ഈ ഒരു ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള യുണീക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മോഡേണിസ്റ്റ് തിയറീസ് അബൌട്ട് ദ എമർജൻസ് ഓഫ് നേഷൻസ് ആൻഡ് നാഷണലിസം. ഇപ്പം നേഷൻ ആൻഡ് നാഷണലിസവുമായി ബന്ധപ്പെട്ട മോഡേണിസ്റ്റ് തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പം ആദ്യം എന്താണ് മോഡേണിസ്റ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതാം. അപ്പൊ മോഡേണിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഫിനോമിനൻ ആണ് എന്നുള്ളതാണ്. നേഷൻ എന്നുള്ളതും ഒരു മോഡേൺ ഫിനോമിനൻ ആണ്. 19ാം നൂറ്റാണ്ടിലാണ് ഇത് എമേർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് മോഡേണിസ്റ്റുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ പ്രധാനപ്പെട്ട മോഡേൺ തിയറിയിൽ ആദ്യത്തെ ഒരു സ്കോളർ പറയുന്നത് എലി കെദൂരിയാണ് അല്ലെ. അദ്ദേഹം നാഷണലിസത്തിനെ എങ്ങനെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് എഴുതാം. ദെൻ നമുക്ക് ഏർണസ്റ്റ് ഗൾനറെ കുറിച്ചിട്ട് എഴുതാനുണ്ട്. ദെൻ ഏർണസ്റ്റ് ഗൾനർ പറയുന്നത് എന്താണ്, നാഷണലിസം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം നാഷണലിസത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോം നയൺ എന്ന് പറയുന്ന സ്കോളറെ കുറിച്ചിട്ടായിരുന്നു. സോ അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ ക്രിറ്റിക്കലി ഡിസ്കസ് ദ വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് നേഷൻസ് ആൻഡ് നേഷൻ സ്റ്റേറ്റ്സ്. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് നേഷന്റെയും നേഷൻ സ്റ്റേറ്റ്സിന്റെയും ആ ഒരു അവര് സ്കോളേഴ്സ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നേഷനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നൽകിയ സ്കോളേഴ്സ് ആരൊക്കെയായിരുന്നു? ഏർണസ്റ്റ് ഗൾനർ, ഏർണസ്റ്റ് റെനൻ ആൻഡ് ജോസഫ് സ്റ്റാലിൻ. സോ ഇവരുടെ ഈ ഒരു ഡെഫിനിഷൻസ് അതിൽ എന്തൊക്കെ എന്താണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എഴുതാനുള്ളതാണ്. അപ്പം ഏർണസ്റ്റ് ഗൾനർ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം എന്തിനായിരുന്നു, നേഷൻ എന്തിന്റെ ബേസിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? കൾച്ചർ ആൻഡ് വില്ല്. ദെൻ ഏർണസ്റ്റ് റെനൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നസ്, മെമ്മറി, ബിൽ. ദെൻ നമ്മൾ ജോസഫ് സ്റ്റാലിനിലേക്ക് വരുമ്പം അദ്ദേഹം ആ ഒരു കോമൺ ലാംഗ്വേജ്, ടെറിട്ടറി, ഇക്കണോമിക് ലൈഫ് ഇതിന്റെയൊക്കെ ബേസിലായിരുന്നു അല്ലെ നേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാം. ദെൻ വാട്ട് ആർ ദ നോൺ മോഡേണിസ്റ്റ് തിയറീസ് ഓഫ് നാഷണലിസം, വാട്ട് ഈസ് ദിയർ ഇമ്പോർട്ടൻസ്? നോൺ മോഡേണിസ്റ്റ് തിയറീസ്, നാഷണലിസവുമായി ബന്ധപ്പെട്ട നോൺ മോഡേണിസ്റ്റ് തിയറീസ് എന്തൊക്കെയാണ് എഴുതുക, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. നോൺ മോഡേണിസ്റ്റ് തിയറി എന്താണെന്ന് എഴുതാം.
നോൺ മോഡേണിസ്റ്റ് തിയറിയിൽ പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഫിനോമിനൻ അല്ല, അതിന് ഒരു ലോങ് ഹിസ്റ്ററി തന്നെയുണ്ട് എന്ന് എഴുതാം. ദെൻ അതിന്റെ കീഴിൽ മൂന്ന് കാറ്റഗറീസ് ആണ് മെയിൻലി വരുന്നത്: എവല്യൂഷനിസ്റ്റ്, നാച്ചുറലിസ്റ്റ് ആൻഡ് പെരനിയലിസ്റ്റ്. ദെൻ നാച്ചുറലിസ്റ്റ് എഴുതാം, എവല്യൂഷനിസ്റ്റ് എഴുതാം, പെരനിയലിസ്റ്റ് എന്താണെന്ന് എഴുതാം. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലാസ് നല്ലോണം ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെറ്റീരിയലും നല്ലോണം വായിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.